ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടിയത്, നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ലോകത്തുള്ള കിട്ടുന്ന എല്ലാ നൊവേനകളും എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവും ഒപ്പം പരിശുദ്ധാത്മാവും ഉണ്ട്. നമ്മൾ അവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും നല്ല അനുഭവമായിട്ട് തോന്നിയത്, ഇന്നലെ അൾത്താരയുടെ അടുത്തായിരുന്നു ഞാനിരുന്നത്. ആരാധന എൻ്റെ തൊട്ട് മുന്നിലായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. കാരണം ഒരിക്കൽ ഞാനിങ്ങനെ ഈ അൾത്താരയുടെ അടുത്ത് നിന്നിരുന്നപ്പം ഇങ്ങനെ ഒരു സിസ്റ്റർ പറഞ്ഞായിരുന്നു, നമ്മൾ പരിശുദ്ധമായൊരു സ്ഥലമാണ്, എപ്പോഴും അവിടെ പോയി ഇരിക്കരുത്, അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കങ്ങ് ഏറ്റവും അടുത്തിരുന്നപ്പോൾ യേശു എന്നോടങ്ങ് ലയിച്ചു തീരുന്നൊരു ഫീലിങ്സ് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ അറിവ് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു സ്ഥലത്ത് ചെന്ന് ആദ്യം തിരക്കുന്നത് അവിടെ ലൈബ്രറി ഉണ്ടോ എന്നാണ്. എന്നിട്ട് ലൈബ്രറി ചെന്ന് അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കി അവിടുത്തെ ബുക്കുകളൊക്കെ നോക്കി, ഇപ്പം ഒരു അറിവുള്ള വ്യക്തിയാണെങ്കിൽ അത് കാണാൻ പറ്റുന്ന ആ ഒരു വ്യക്തി കാണാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ് ആ വ്യക്തി ബുക്കെടുത്ത് അതൊന്ന് വായിച്ച് നോക്കി അതിലെ പോയിൻ്റും എല്ലാം കുറിച്ചെടുത്ത് അത് പിന്നെ ആവശ്യ സമയത്ത് ഉപകരിക്കാനായിട്ട് എടുക്കുന്നതാണ്. പിന്നെ പിശാചിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇരുട്ട് കാണുമ്പോൾ ഞാൻ പേടിക്കുമായിരുന്നു. കാരണം അവിടെ പിശാചുണ്ടായിരുന്നായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പിശാചെന്ന് ഇപ്പം എനിക്ക് ഈ ഒരു ധ്യാനത്തിലൂടെ കിട്ടി. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഇതെനിക്കൊരു ധ്യാനമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ധ്യാനത്തിൽ ഡാൻസ്, പാട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മെഡിറ്റേഷൻ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ 2 ദിവസത്തെ ധ്യാനത്തിൽ കൂടിയെങ്കിലും പക്ഷെ വളരെ വ്യത്യാസമായിരുന്നു. ക്ലാസ് ആണെങ്കിൽ നീണ്ടുപോയെങ്കിലും ഒരു ബോറടി തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ സങ്കീർത്തനങ്ങളൊക്കെ പാടി കേൾക്കുക ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ. ധ്യാനത്തിന് മുമ്പ് വേറെ കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സങ്കീർത്തനങ്ങൾ തന്നെ എടുത്തിട്ട് പിന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ നല്ല ധ്യാനം കൂടാൻ ദൈവം എനിക്ക് അവസരം നൽകിയതിന് ദൈവത്തിനും ബ്രദർ തോമസിനും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം മദറിനും കൗൺസിലേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു.